ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. കൂടാതെ ഇതൊരു ടൈംലെസ് റീഡിംഗ് കൂടിയാണ്. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന്. ഡെത്ത്, എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് വൺസ്, ടു ഓഫ് സോർട്സ്, സ്റ്റാർ, ഏസ് ഓഫ് വൺസ്, ടെൻ ഓഫ് കപ്സ്, സ്ട്രെങ്ത്. ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം ഡെത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ ഒരു വലിയ ഷിഫ്റ്റിംഗ് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ അവർ ഓൾഡ് ഇമോഷൻസ് റിലീസ് ചെയ്യുവാനും അതുപോലെ തന്നെ പുതിയ ബിഗിനിങ്ങിലേക്ക് കടക്കുവാനും തയ്യാറാകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുമൊത്തുള്ള പഴയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, സൈലന്റ് ഡിസ്റ്റൻസ്, മറ്റു ചില കാര്യങ്ങൾ നിങ്ങളോട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ചില വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ, അതുമല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്ന ചില കാര്യങ്ങൾ, വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങളെയെല്ലാം ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് മറക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. കാരണം ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് കൂടുതൽ പെയിൻ അവരുടെ മനസ്സിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ ആ ഒരു കാര്യങ്ങളൊക്കെ പതുക്കെ അവരുടെ മനസ്സിൽ നിന്ന് മാറ്റുന്ന ഒരു എനർജിയിലൂടെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധം പുതിയൊരു രീതിയിൽ റീബിൽഡ് ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ശക്തമായി ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ചിന്തയിൽ പഴയതുപോലെ ഈ ഒരു ബന്ധത്തെ, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നോക്കി കണ്ടാൽ പോരാ, ഒരു മാറ്റം വേണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അവരുടെ വർക്ക് ഇംപ്രൂവ് ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലൈഫ് സ്റ്റേബിൾ ആക്കാൻ അവർ നോക്കുന്നു എന്ന് നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഒരു വാല്യൂ കിട്ടുവാനായിട്ട് ഈ ഒരു വ്യക്തി വളരെ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഇവർ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ സംസാരിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. പക്ഷേ ഇവരുടെ ചിന്തയിൽ ഈ ഒരു സമയത്ത് നിങ്ങളുമായി സംസാരിക്കണം, അല്ലെങ്കിൽ ചെറിയൊരു മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് അയക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ടു ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്, അതായത് ഈ ഒരു വ്യക്തിക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു ഭയമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളോടൊത്ത് വീണ്ടും പഴയതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും നിങ്ങളോടൊത്ത് അവരുടെ ആ ഒരു ഇഷ്ടം തുറന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ അതോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു പേടിയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ആ ഒരു വ്യക്തിക്ക് മൈൻഡ് ബ്ലോക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഹാർട്ട് നിങ്ങൾക്കൊപ്പം എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് വളരെയധികം സ്നേഹം നിങ്ങളോടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡ്സുകൾ വ്യക്തമാക്കി തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നമുക്കിവിടെ സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ആ ഒരു വ്യക്തിക്ക് പ്രതീക്ഷയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധം ഹീലാകും എന്നൊരു വിശ്വാസത്തിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങളെ വിഷ് പോലെ അവർ കാണുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു ഇമോഷണൽ മെഡിസിൻ തന്നെ നിങ്ങളാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെ നിങ്ങളോടൊത്തൊരു സ്ട്രോങ് അട്രാക്ഷൻ ഈ ഒരു വ്യക്തിക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ ഒരു ഏസ് ഓഫ് വൺസ് പറഞ്ഞു തരുന്നത്. അതായത് ഒരു പുതിയൊരു തുടക്കം നിങ്ങളുമൊത്ത് ഉണ്ടാകണം എന്നുള്ളൊരു ശക്തമായൊരു ഫയർ എനർജിയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ ടെൻ ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് അവരുടെ ഇമോഷണൽ ഹോം, അതുപോലെ തന്നെ ഫാമിലി എനർജി, ഈ ഒരു രീതിയിലൊക്കെ അവർ നിങ്ങളെ കാണുന്നു എന്നാണ് നമുക്കിവിടെ ഈ ഒരു ടെൻ ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങളും ഒത്ത് ഉള്ള ഒരു ഫാമിലി ലൈഫ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു ടെൻ ഓഫ് കപ്സ് കിട്ടിയിരിക്കുന്നതും. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട്
ക്ഷമ ചോദിക്കണം എന്നുള്ളൊരു ആഗ്രഹവും ശക്തമായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ആഗ്രഹവും അവരുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ സമാധാനം നൽകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം റെസ്പെക്റ്റ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നിങ്ങൾക്ക് വളരെയധികം, അതായത് നിങ്ങൾക്ക് വളരെയധികം കരുണയുള്ള ഒരു വ്യക്തിയാണെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വരും. ആ ഒരു വ്യക്തിയുടെ മെസ്സേജ് നിങ്ങൾക്ക് വരും. ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. ചില വ്യക്തത, ചില കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത നിങ്ങൾക്ക് തരുമെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു കണക്ഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു സൂചന തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുവാനായിട്ടുള്ളത്, നമുക്കിവിടെ ഏസ് ഓഫ് വാണ്ട്സും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പേജ് ഓഫ് വാണ്ട്സും, ഈ ഒരു 2 കാർഡും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് വളരെ സഡൻ ആയിരിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒന്ന് കാമായിരിക്കുക. നിങ്ങൾക്ക് വളരെയധികം ഓവർ തിങ്കിങ് ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് പാടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓവർ തിങ്കിങ് ഒഴിവാക്കുക. തീർച്ചയായിട്ടും ഒരു പവർഫുൾ ഡിവൈൻ ടൈമിംഗ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് നിങ്ങൾ നല്ലൊരു മനസ്സോടു കൂടി ഇരിക്കുക. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചിന്തിക്കാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിരിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വീണ്ടും തിരിച്ചു വരും. അതുപോലെ തന്നെ വളരെയധികം ഡീപ്പായിട്ട് തന്നെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്